വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടർ എന്നതൊരു മൊഡ്യൂളിനെ കുറിച്ച് അല്ലെങ്കിൽ റിയാക്റ്റിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കോഡൊക്കെ ഞാൻ മാറ്റി ഇപ്പോൾ AppJSX മൊത്തം ക്ലീൻ ആക്കി ഒരു H1 തൊട്ട് റിയാക്ട് റൗട്ടറിന് എഴുതിയിട്ടേക്കുന്നു. ഞാൻ റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് റിയാക്ട് റൗട്ടർ എന്താണെന്ന് ആദ്യം നോക്കാം. റിയാക്ട് റൗട്ടർ എന്ന് വെച്ചാൽ ഓരോ പേജുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ റൗട്ടുകൾ അല്ലെങ്കിൽ റൂട്ടുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിയാക്ട് റൗട്ടർ. അതായത് ഒരു വെബ്സൈറ്റിന് എന്തൊക്കെ പേജുണ്ട്? ഹോം പേജ് ഉണ്ട്, എബൌട്ട് പേജ്, കോണ്ടാക്റ്റ് പേജ്, ബ്ലോഗ് പേജ്, പ്രൊഡക്റ്റ് പേജ്, സർവീസ് പേജ്, അക്കൗണ്ട് പേജ്, അങ്ങനെ ഒരുപാട് പേജുകളുണ്ട്. അപ്പോൾ ഈ പേജുകൾ ഓരോന്നായിട്ട് തിരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിയാക്ട് റൗട്ടർ. അതുപോലെ തന്നെ ഓരോ പേജിലോട്ടും നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്ന എല്ലാ ഡൈനാമിക് ആപ്ലിക്കേഷൻസ്, അതായത് ഓരോ ബ്ലോഗ് പോസ്റ്റ് എടുക്കുമ്പോൾ ഓരോ ബ്ലോഗ് പോസ്റ്റിലോട്ട് നമ്മൾ IDs പാസ് ചെയ്യണം. ആ ID വെച്ച് ആ ബ്ലോഗ് പോസ്റ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ഡാറ്റ പാസിങ് ഡൈനാമിക് റൗട്ടറൊക്കെയാണ് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൗട്ടർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു പാക്കേജ്. നമ്മൾ ഇനി ഒരുപാട് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ പാക്കേജുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഈ പ്ലസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ടെർമിനൽ ഓപ്പണായി വരുന്നതാണ്. ആദ്യം നമുക്ക് റിയാക്ട് റൗട്ടർ ഒന്ന് സെർച്ച് ചെയ്യാം. റിയാക്ട് റൗട്ടർ ഡോം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അതിന് താഴെ NPM വരും. ഓക്കെ, നിങ്ങൾ ആ NPMൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യണം. ഇതാണ് ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്. അത് കോപ്പി ചെയ്ത് നിങ്ങളിവിടെ വന്നത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, എനിക്കത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നമ്മൾ ഈ ടെർമിനൽ തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്യുകയല്ല, ഒന്ന് മിനിമൈസ് ചെയ്യണം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ റിയാക്ട് റൗട്ടർ എന്ത് ചെയ്യണം? ഈ AppJSXൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മെയിൻ JSXൻ്റെ അകത്തോട്ട് വന്നിട്ട് നമ്മൾ ഈ റിയാക്ട് റൗട്ടറിനെ ഇമ്പോർട്ട് ചെയ്യണം. റിയാക്ട് റൗട്ടർ ഡോം, അതിൻ്റെ അകത്തുനിന്ന് ബ്രൗസർ റൗട്ടർ എന്നൊരു മൊഡ്യൂള് നമ്മൾ എടുക്കണം. ഓക്കെ, ബ്രൗസർ റൗട്ട് ചെയ്ത് ഈ ആപ്പ് ഉണ്ടല്ലോ, ആപ്പിനെ ബ്രൗസർ റൗട്ടിൻ്റെ അകത്ത് റാപ്പ് ചെയ്യണം. അതായത് AppJSXൻ്റെ അകത്താണ് ഇനി ഈ നമ്മൾ എഴുതുന്ന കമ്പോണൻസ് ആയാലും ഇനി വരുന്ന പേജുകളായാലും എല്ലാ AppJSXൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ AppJSXനെ എന്ത് ചെയ്യണം? റിയാക്ട് റൗട്ടർ വഴി എന്ത് ചെയ്യണം? റാപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബ്രൗസർ റൗട്ടറിന് എന്ത് ചെയ്യണം? ഈ രീതി വിളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യണം? ചൈൽഡായിട്ട് AppJSXനെ വിളിച്ചു കൊടുക്കണം. അതായത് AppJSXനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യണം? ചൈൽഡായിട്ട് നമ്മൾ വിളിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണ്? റിയാക്ട് റൗട്ടർ ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൂട്ടുകൾ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഓരോ പേജുകൾ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ സോഴ്സ് ഫോൾഡറിൽ ഒരു പുതിയ ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, പേജസ് എന്നുള്ളൊരു ഫോൾഡർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ പേജ് ഹോം page.js. ഇവിടെ നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പേര് കൊടുത്താൽ മതി. ഞാൻ ഒരു H1ൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഹോം പേജ് എന്ന് ഞാൻ കൊടുത്തു. അടുത്ത ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പേജ് ബ്ലോഗ് പേജ് എന്ന് ഞാൻ കൊടുത്തു. ആ ബ്ലോഗ് പേജിന് ഞാൻ അതിൻ്റെ അകത്തും ബ്ലോഗ് പേജ് എന്ന് എഴുതുകയാണ്, നമുക്ക് ഓരോ പേജും തിരിച്ചറിയുന്നതിനായിട്ട്. ഓക്കെ, ബ്ലോഗ് പേജ് എന്ന് കൊടുത്തു. ഇനി അടുത്ത ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പേജാണ് അക്കൗണ്ട് പേജ്. നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നും പേജുകൾ പ്രോപ്പറായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം കമ്പോണൻസ് ആണ്. ഒരു HTML കമ്പോണൻ്റാണ് ഇതെല്ലാം. ഇത് നമ്മൾ ഓരോ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പേജ് കമ്പോണൻറ്റ്. നിങ്ങൾക്ക് ഇതെല്ലാം കമ്പോണൻറ്റ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് നോർമൽ കമ്പോണൻസും പേജ് കമ്പോണൻസ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ഇവിടെ അക്കൗണ്ട് പേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിലവിൽ ഇത്രയും പേജാണ്
ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും 4 HTML അല്ലെങ്കിൽ 3 HTML കമ്പോണൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ പേജുകളായിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന app.jsx എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്തോട് വന്നിട്ട് ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ റിയാക്ട് റൗട്ടറിനെ നമ്മൾ ഇനി വിളിക്കണം. ഇമ്പോർട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ആദ്യം റൗട്ട്സ് റൗട്ട്, ഈ 2 മൊഡ്യൂൾ റൂട്ട്സ് ആൻഡ് റൂട്ട്, ഈ 2 മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വിളിക്കണം. ഞാൻ ഇവിടെ H1 മാറ്റിയിട്ട് ആദ്യം റൗട്ട്സിൻ്റെ അകത്ത് ഓരോ റൂട്ട്സിന് അതൊരു ഈ ഒരു പാരൻ്റാണ് റൗട്ട്സ്. അപ്പോൾ റൗട്ട്സിൻ്റെ അകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ റൂട്ടുകളെ ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ റൂട്ട് ക്രിയേറ്റ് ചെയ്തു. ആ റൂട്ടിൻ്റെ പാത്ത് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഹോം പേജിനെയാണ് സൂചിപ്പിക്കുന്ന. സ്ലാഷ് ഇട്ട് ഞാനിപ്പോൾ ഹോം പേജ് വിളിച്ചു കൊടുത്താൽ ഞാൻ ഹോം പേജ് ഇപ്പോൾ സ്ലാഷ് ഇട്ട് വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതോ ഈ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ബേസ് റൗട്ട്. അത് ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പം വരുന്ന ഫസ്റ്റ് പേജാണ് സ്ലാഷ് ഇട്ടുകൊണ്ടാണ് ബേസ് റൗട്ടാണ് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് ഓരോ റൗട്ടുകൾ ആദ്യം അങ്ങ് സെറ്റപ്പ് ചെയ്യാം. ഇനി അടുത്ത ബ്ലോഗ് പേജ്, അതുപോലെ തന്നെ അക്കൗണ്ട് പേജ്. ഓരോ പേജ് മുകളിൽ ഇമ്പോർട്ട് ആവുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് ഓരോ പേജിൻ്റെ റൂട്ട് നെയിം കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ബ്ലോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മളെ പേജിലോട്ട് വരാം. ഇവിടെ ഇപ്പോൾ എന്താണ്, ആദ്യം ഹോം പേജ് വന്നു. അതായത് നമ്മളിവിടെ വിളിച്ചു കൊടുത്ത പേജിൻ്റെ അകത്തുള്ള ഹോം പേജാണ് ആദ്യം വന്നേക്കുന്നത്. സ്ലാഷ് ബേസ് റൗട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്ന പേജ് നമ്മൾ സ്ലാഷ് ഇട്ടാണ് വിളിക്കാനുള്ള. അടുത്ത ഇനി ബ്ലോഗ് എന്ന് വിളിച്ചു നോക്കാം. നമ്മുടെ സ്ലാഷ് ബ്ലോഗ് വിളിച്ച് അപ്പോൾ ബ്ലോഗ് പേജ് വന്ന്. അടുത്ത സ്ലാഷ് ഇട്ട് അക്കൗണ്ട് പേജ് വിളിച്ച്, അപ്പോൾ അക്കൗണ്ട് പേജ് വന്ന്. നമ്മൾ എന്നിട്ട് വീണ്ടും നമ്മൾ മെയിൻ ഡൊമൈൻ റൺ ചെയ്യുമ്പോൾ ഹോം പേജ് വന്ന്. അപ്പോൾ ഈ രീതിയിലാണ് ഓരോ റൂട്ടുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന. ഇനി നമുക്കൊരു നാവിഗേഷൻ ലിങ്ക് താഴെ കൊടുക്കാം. ബ്ലോഗ് അക്കൗണ്ട് ഓരോ പേജിലോട്ടും പോകാനുള്ള ലിങ്കുകൾ നമുക്ക് കൊടുക്കാം. നമുക്ക് വേറൊരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. എബൌട്ട് എന്ന് പറഞ്ഞൊരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്തേക്കാം. എബൌട്ട് പേജിൻ്റെ അകത്ത് H1 ഇട്ട് എബൌട്ട് പേജ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ എബൌട്ട് പേജിനും ഇവിടെ റൗട്ട് ആക്കുക. എബൌട്ട് കൊടുത്തു. എബൌട്ട് പേജ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വിളിക്കുമ്പോൾ ഇപ്പോൾ അത് വരുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പേജും കൂടെ വേണം. ഇതിൽ പറഞ്ഞിട്ടില്ലാത്തൊരു റൂട്ടിനെ യൂസർ വിളിച്ചു. ഇപ്പം ലൈക്ക് സർവീസ് എന്നൊരു റൂട്ട് വിളിച്ച്, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് എന്നൊരു റൂട്ട് വിളിച്ച്. അപ്പോൾ ആ റൂട്ടൊക്കെ വിളിക്കുമ്പം പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വേണം. നിലവിലിപ്പോൾ നമ്മൾ എന്താണ് ഇതിലില്ലാത്ത ലൈക്ക് പ്രൈസ് എന്നൊരു റൂട്ട് വിളിച്ചാൽ നോർമലി വൈറ്റ് സ്പേസ് ആയിട്ട് കിടക്കും. അതല്ല, നമുക്ക് യൂസർ അങ്ങനത്തെ റൂട്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് ഇല്ല എന്നുള്ളൊരു മെസ്സേജ് പോകണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് എന്ത് പേരും കൊടുക്കാൻ കേട്ടോ ഈ പേജിന്. ഞാൻ ഇവിടെ നോട്ട് ഫൗണ്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. നോട്ട് ഫൗണ്ട് എന്ന പേജിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണേ. പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ app.jsxൻ്റെ അകത്ത് വന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു റൂട്ട് വിളിക്കുകയാണെങ്കിൽ ഇന്നൊരു പേജ് പോകണം എന്നുള്ളൊരു കണ്ടീഷൻ വെക്കാൻ നമ്മൾ സ്റ്റാർ ഉണ്ടല്ലോ, പാത്തിൻ്റെ അവിടെ സ്റ്റാർ കൊടുത്തിട്ട് ആ ഇല്ലാത്തൊരു പാത്ത് വിളിക്കുന്ന സമയത്ത് എന്ത് പേജ് പോകണം എന്നുള്ളത് നമ്മൾ വിളിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ നോട്ട് ഫൗണ്ട് എന്നുള്ള പേജിനെ വിളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ചുമ്മാ എൻ്റെ പേര് സെർച്ച് ചെയ്യുന്നു. പേജ് നോട്ട് ഫൗണ്ട് എബൌട്ട് വിളിച്ചു, എബൌട്ട് പേജ് വന്നു. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇല്ലാത്തൊരു പേജ് വിളിച്ച് കഴിഞ്ഞാൽ എന്ത് പോകണമെന്നുള്ളത് നമ്മൾ എഴുതും. അപ്പോൾ നമ്മൾ ഓരോ റൂട്ടുകൾ സെറ്റപ്പ് ചെയ്യാൻ പഠിച്ച് ഇനി നമുക്ക് ഓരോ ലിങ്കുകൾ സെറ്റപ്പ് ചെയ്യാൻ പഠിക്കാം. അതിനായിട്ട്
നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പോണൻറ്റ്, ഒരു നാവ് ബാർ എന്നൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ലിങ്കുകൾ ഇതിലെല്ലാത്തിലും ആഡ് ചെയ്യാം. നമ്മൾ എല്ലായിടത്തും എന്താണ് ഇവിടെ ഞാൻ വന്നിട്ട് ഓരോ ലിങ്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇവിടെ 4 കോഡ് വരും, 4 പേജ് ഉള്ളതുകൊണ്ട് 4 ലിങ്ക്, അങ്ങനെ എല്ലായിടത്തും 4 ലിങ്ക് വെച്ച് കോഡ് എഴുതാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാക്സിമം കോഡ് കുറച്ച് ഓരോ കമ്പോണൻ്റ് ആക്കി മാറ്റണമല്ലോ, എങ്കിലല്ലേ എഫിഷ്യൻ്റ് ആവാൻ പറ്റൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നാവ് ബാറിൻ്റെ അകത്ത് വന്നിട്ട് നാവ് ബാർ സെക്ഷൻ എന്നുള്ള ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്കിവിടെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇമ്പോർട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോമിൻ്റെ അകത്ത് നിന്ന് നാവ് ലിങ്ക് എന്ന് പറയുന്ന ഒരു മൊഡ്യൂള് എടുക്കണം. അതായത് ഇവിടെ നമുക്ക് ആങ്കർ ടാഗ് ഉപയോഗിച്ച് പോകാൻ പറ്റത്തില്ല. ആങ്കർ ടാഗ് ഉപയോഗിച്ച് നമ്മളൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് എ ടാഗ് വഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എ ടാഗ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എബൌട്ട് എന്നൊരു പേജ് വിളിച്ച് കൊടുത്തിട്ടുണ്ട്. എബൌട്ട് ഓക്കെ. നമുക്ക് ഹോം പേജിൽ നാവ് ബാറിനെ വിളിക്കാം. നാവ് ബാർ എന്നുള്ള കമ്പോണൻറ്റിന് ഞാൻ ഹോം പേജിൽ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള HTML കോഡ് ഹോം പേജിൽ റൺ ആവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഈ എബൌട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീഫ്രഷ് ആവുന്നുണ്ട്. ഇവിടെ റീഫ്രഷ് ആവുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീഫ്രഷ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ആങ്കർ ടാഗ് വഴിയാണ് ലിങ്ക് വിളിച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ വട്ടവും പേജ് റീഫ്രഷ് ആവും. റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ പേജ് റീഫ്രഷ് ആവുമ്പോൾ എന്താണ് ലോഡിങ് ടൈം, അങ്ങനെ പ്രശ്നങ്ങൾ വരും. പേജ് റീഫ്രഷ് ആവാതെ നമുക്ക് ഓരോ റൂട്ടുകളിലോട്ടും പോകാൻ പറ്റണം, എങ്കിലേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് റിയാക്റ്റ് ആപ്പ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ആങ്കർ ടാഗല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നാവ് ലിങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡ് വഴിയാണ് നമ്മൾ ഓരോ റൂട്ടിലോട്ടും എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ചെയ്യുന്നത്. നാവ് ലിങ്കിൻ്റെ അകത്ത് ഞാൻ ഹോം ടു കൊടുക്കുന്ന നമ്മൾ റൂട്ട് കൊടുക്കണം. ഓക്കെ, 4 പേജുണ്ട്. ബ്ലോഗ്, അക്കൗണ്ട്, എബൌട്ട്, ഇത്രയും പേജുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ പാത്ത് നെയിം വിളിച്ച് കൊടുക്കുക. അക്കൗണ്ട് നമ്മൾ കൊടുത്തു. ഇനി എബൌട്ട്, അപ്പോൾ എബൌട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പോണൻറ്റ് ഞാനിപ്പോൾ ഹോം പേജിലാണ് വിളിച്ചിട്ടുള്ള, ഇനി നമുക്കത് ബ്ലോഗ് പേജിലും ഓരോ പേജിലും വിളിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത അക്കൗണ്ട് പേജിൻ്റെ അകത്ത് നമുക്ക് ആ കമ്പോണൻറ്റ് വിളിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് എല്ലായിടത്തും ആ കോഡ് എഴുതുന്നതിന് പകരം ആ കമ്പോണൻറ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ ലോഡ് ചെയ്യുമ്പോൾ ഫയൽ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്പർ ഓക്കെ, ആ കമ്പോണൻറ്റ് വിളിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പം ഹോം പേജ് മുകളിൽ റീഫ്രഷ് ആവുന്നില്ലേ, ബ്ലോഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലോഗ് പേജിൽ പോകുന്നുണ്ട്, പക്ഷേ ടോപ്പിൽ റീഫ്രഷ് ആവുന്നില്ല. അക്കൗണ്ട് പേജിൽ പോകുന്നു, എബൌട്ട് പേജിൽ പോകുന്നു, ഹോം പേജ് വരുന്നു, പക്ഷേ റീഫ്രഷ് ആവുന്നില്ല. പാത്ത് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് റിയാക്റ്റ് ആപ്പിൽ ഒരു റൂട്ടിലോട്ടും പോകാൻ പറ്റും. ഓരോ വട്ടവും റീലോഡ് ആവുന്ന സമയത്ത് വീണ്ടും HTML CSS ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ആവണം, അത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെൻഡറായി ഡിസ്പ്ലേ ആവണം. അപ്പോൾ അത്രയും പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതാവുന്നു. അപ്പോൾ അത്രത്തോളം എഫിഷ്യൻ്റ് ആക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പലപ്പോഴും ബ്ലോഗ് പേജ് എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ബ്ലോഗ് പേജിൻ്റെ അകത്ത് എല്ലാവരും ഇങ്ങനെയല്ല എടുക്കുന്നത്, സ്ലാഷ് ഇട്ട് കൂടെ ഒരു നമ്പർ വാല്യൂ പാസ് ചെയ്യും, ബ്ലോഗിൻ്റെ ID. അതായത് വെബ് ഡെവലപ്മെൻറ്റ് ബേസിക് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ലൈക്ക് നമ്മൾ എന്താണ്, ഡാറ്റാബേസിൽ ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു ID വെച്ചാണ്. അപ്പം നിങ്ങളൊരു ആപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, ഓറഞ്ച് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, ഇതിനെല്ലാം നിങ്ങൾ എന്താണ് അതിൻ്റെ പേര്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കും. പക്ഷേ ഡാറ്റാബേസിൻ്റെ അകത്ത് ആഡ് ആകുമ്പോൾ ഡാറ്റാബേസ് ഒരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യും, ID. ഓരോ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്കും ഓരോ യുണീക്ക് IDs കാണും. അപ്പോൾ എന്താണ്, ഇപ്പം നിങ്ങളിപ്പോൾ എന്താണ് ലൈക്ക് ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഇപ്പം asianet.com/blog/ ഒരു നമ്പർ, ഒരു ID പാസ് ചെയ്യും. ഈ IDയിലുള്ള ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിൽ ഡാറ്റാബേസിൽ നിന്ന് എന്താണ് എടുത്തുകൊണ്ട് വന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ID പാസ് ചെയ്യുന്നതും ആ ID എങ്ങനെ നമുക്കിവിടെ കാണിക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ബ്ലോഗ് പേജ് തന്നെ കിടക്കട്ടെ. അതിനായിട്ട്
നമ്മൾ ആദ്യം വന്നിട്ട് നമുക്ക് ഐഡിയ അല്ല എന്തും പാസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇവിടെ ഞാൻ ബ്ലോഗിൽ വന്ന് എന്ത് ചെയ്യുന്നു, സ്ലാഷ് ഇട്ട് ഒരു കോളനിട്ട് പാസ് ചെയ്യുന്ന വാല്യൂവിന് ഒരു പേര് കൊടുക്കണം. നമുക്കിത് എടുക്കണ്ടേ, അപ്പോൾ യൂസർ പാസ് ചെയ്താൽ ആ വാല്യൂവിന് എന്തെങ്കിലും പേര് വിളിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ പേര് ഞാൻ അവിടെ കൊടുക്കുന്ന ID, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസർ നെയിം എന്നോ ന്യൂസ് ID എന്നോ എന്ത് പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്കത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ID എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലോഗ് സ്ലാഷ് ഒരു കോളൻ ID, എന്ത് പേരാണല്ലോ നമുക്ക് ഡാറ്റ എടുക്കാനുള്ള ആ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോഗ് പേജിൽ വന്നിട്ട് ഇമ്പോർട്ട് ഫ്രം റിയാക്ട് റൗട്ടർ ഡോമിൻ്റെ അകത്ത് നിന്ന് യൂസ് പരാംസ്, ഈ പാസ് ചെയ്യുന്ന ഈ ഡാറ്റേനെ പരാംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പരാംസ് എടുക്കുന്നതിന് ആണ് നമ്മൾ ഈ യൂസ് പരാംസ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ കോൾ ചെയ്യണം, ഡാറ്റ യൂസ് പാരാമീറ്റേഴ്സ് എന്ന ഫംഗ്ഷൻ വിളിച്ചു. ഈ രീതിയിൽ വിളിച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് ലോഗ് ചെയ്യാം. ആ വന്ന ഡാറ്റേനെ നമുക്കെന്ത് ചെയ്യാം, ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ബ്ലോഗ് പേജ് ഇപ്പം ഇങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ എന്താണ് ഈ AppJSXൻ്റെ അകത്ത് /ID ഈ സ്ലാഷ് ഇട്ടൊരു വാല്യൂ വിളിച്ചാൽ മാത്രമേ ഇനി ബ്ലോഗ് പേജ് ലോഡാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് കാണിക്കും. ബ്ലോഗ് പേജ് ഇനി /blog എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ഇനി ലോഡാവത്തില്ല. ഇനി ലോഡാവണമെന്നുണ്ടെങ്കിൽ കൂടെ ID എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്താൽ മാത്രമേ പറ്റൂ. ഇനി നമുക്ക് ഇങ്ങനെ പറ്റത്തില്ല. ഇനി നമ്മൾ കൂടെ എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്യണം. 2 3 4 2. ഇനി ഇൻസ്പെക്ട് ചെയ്യണം. ഞാൻ ഇൻസ്പെക്ട് ചെയ്തപ്പം ബ്ലോഗ് പേജിൻ്റെ അകത്ത് 6ാമത്തെ ലൈൻ നമ്മൾ ആ ലോഗ് ചെയ്യാൻ കൊടുത്ത കോഡിൻ്റെ അകത്ത് ID നമ്മൾ എന്ത് പേരിട്ടാണോ കൊടുത്തിരുന്ന ആ പേരിൽ നമ്മൾ പാസ് ചെയ്ത വാല്യൂ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ബ്ലോഗ് പേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ലോഗ് കൊടുത്തതാണ്. ഇനി നമുക്ക് .data.id എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ID മാത്രം പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ID നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് കീ ഉപയോഗിച്ച് ഡാറ്റ ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, കണ്ടോ. ഇപ്പം ഞാനിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കഴിക്കാനാണ്. ഇപ്പം ഞാൻ അവിടെ ഉണ്ടാവും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നെയിം അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തു. അതിൻ്റെ അകത്ത് ഞാൻ ആ യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിനെ വിളിച്ചു കൊടുത്തു. അപ്പോൾ യൂസ് പരാംസാണ് നമുക്ക് ആ വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് നമുക്ക് കീ ഉപയോഗിച്ച് വാല്യൂസിന് എടുക്കാൻ കഴിയും. നമ്മൾ അതായത് ഈ users.name എന്ന് വിളിക്കുന്നതിന് പകരം ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അകത്തുള്ള കീനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു മെത്തേഡ് വഴി ഞാൻ എന്ത് ചെയ്യുന്നു, കൺസോൾ ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൽ പാസ് ചെയ്യുന്ന ID അല്ലേ, അപ്പോൾ ആ ID എന്ന് പറഞ്ഞാൽ കീ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ID വിളിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ 2 3 4 2 വന്നു. ഞാൻ ഇവിടെ വീണ്ടും വന്നിട്ട് എന്താണ് വാല്യൂ മാറ്റം വരുത്തുകയാണ്. ഞാൻ 2 3 ആക്കി. ഓക്കെ, ഇവിടെ 23 എന്ന് വന്നു. നമ്മൾ എന്ത് വാല്യൂ പാസ് ചെയ്യുന്നോ ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്താണ് ഇപ്പം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന വാല്യൂ വെച്ചായിരിക്കും നമ്മൾ യൂസ് എഫക്റ്റ് വഴിയൊക്കെ എന്ത് ചെയ്യുന്നത്, ബാക്ക് എൻഡിലോട്ട് ഈ ID ആയിരിക്കും സെർവറിലോട്ട് പാസ് ചെയ്യുന്നത്. ആ ID പാസ് ചെയ്തിട്ട് കിട്ടുന്ന ഡാറ്റ എടുത്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മുമ്പോട്ട് വന്ന വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ റൂട്ട് വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസ് ചെയ്യുന്ന വാല്യൂവിന് ഒരു പേര് കൊടുക്കണം. അത് കഴിഞ്ഞ് ബ്ലോഗ് പേജിൽ വന്ന് യൂസ് പരാംസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ വിളിച്ച് അതിന് ഈ രീതിയിൽ നമ്മളെന്താണ് വിളിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്ന വാല്യൂവിൻ്റെ കീ കൊടുത്ത് കഴിഞ്ഞ് അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്ത് ഓപ്പറേഷനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ രീതിയാണ്, അതായത് നമുക്ക് പബ്ലിക്കിന് കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഡാറ്റാസ് പാസ് ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, നമുക്ക് ഈ ഡാറ്റ ഈ രീതിയിൽ അതായത് വേറൊരു മെത്തേഡ് വഴിയും പാസ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റ് ആയിട്ട്. ഇപ്പോൾ ചില യൂസറിൻ്റെ പേര്, ഇമെയിൽ, അങ്ങനത്തെ കോൺഫിഡൻഷ്യൽ ഡാറ്റാസൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചില ഡാറ്റ യൂസർ ഈ റൗട്ട് വഴി പാസ് ചെയ്യാത്ത കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റ നമുക്ക് വേറൊരു മെത്തേഡ് വഴിയും പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ വേറൊരു ചെറിയൊരു കാര്യം കൂടെ നമ്മളൊന്ന് പഠിക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഹോം പേജിൽ പോവാം. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റിലും ഇപ്പം നിങ്ങൾ
എന്താണ് ഈ നാവ് ബാറിൻ്റെ അകത്ത് ഈ നാവ് ലിങ്ക് എന്താണ് ഈ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ ഓരോ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇപ്പോൾ യൂസർ ഒരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷൻ്റെ അകത്ത് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസർ ഡാറ്റയൊക്കെ പാസ് ചെയ്ത് എന്താണ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഓട്ടോമാറ്റിക്കലി തന്നെ ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലോഗിൻ റിക്വസ്റ്റൊക്കെ പോയി പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെ പേജ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ നാവ് ലിങ്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നാവ് ലിങ്ക് നമുക്ക് HTML കമ്പോണൻ്റ് അകത്ത് മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് വഴി എങ്ങനെ ഓരോ പേജിലോട്ടും റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഹോം പേജിൽ വരുന്നു. ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ബട്ടൻ്റെ പേര് ലോഗിൻ ബട്ടനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻസൊക്കെ ഇതിൻ്റെ പുറത്താരും ക്രിയേറ്റ് ചെയ്യരുത്, അകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് ലോഗിൻ എന്നാണ്, ലോഗിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് നമ്മൾ ആദ്യം ഇനിയിപ്പോൾ ലോഗിൻ നമ്മൾ വേറെ ഒന്നും ലോഗിൻ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു, നേരെ വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന. അത് കഴിഞ്ഞ് ലോഗിൻ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടെ യൂസറിൻ്റെ പേരും കൂടെ അക്കൗണ്ട് പേജിലോട്ട് പാസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇമ്പോർട്ട് വേറൊരു മൊഡ്യൂളുണ്ട്, യൂസ് നാവിഗേറ്റ് ഫ്രം റിയാക്ട് റൗട്ടർ ഡോ. അപ്പോൾ യൂസ് നാവിഗേറ്റ് വർക്ക് ചെയ്യുന്നതിന് മുമ്പിൽ അതിനെ ആദ്യം ഒന്ന് കോൾ ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട ഈ വേരിയബിളിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്ത് പേരും കൊടുക്കാം. ഞാൻ നാവിഗേറ്റ് എന്ന നോർമലി ഉപയോഗിക്കാറുള്ളേ. എന്നിട്ട് ആ ഫംഗ്ഷൻ വിളിച്ചൊന്ന് കാൾ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നാവിഗേറ്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഏത് റൂട്ടിലോട്ടാണ് യൂസർ പോകാനുള്ളതെന്ന് പറയണം. ഞാൻ അക്കൗണ്ട് ലോഗിൻ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഞാൻ ലോഗിൻ്റെ അകത്ത് പ്രോസസ്സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നേരെ അക്കൗണ്ട് പേജിലോട്ട് ലോഗിൻ ആവണം. അപ്പോൾ അതാണ് ഇനി ബട്ടൻ്റെ അകത്ത് ഈ ഫംഗ്ഷൻ ഒന്ന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഓൺ ക്ലിക്ക് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഓൺ ക്ലിക്ക് മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം. അപ്പോൾ എന്താണ് ഈ ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോഗിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും. നമ്മുടെ മെയിൻ റൗട്ടിലോട്ട് വരാം. ഓക്കെ, ഇവിടെ ഹോം പേജ് നമ്മളിവിടുത്തെ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം പ്രോസസ്സിങ് കഴിഞ്ഞ് നേരെ അക്കൗണ്ട് പേജിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഹോം പേജിലോട്ട് നമ്മൾ ആ ബട്ടൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു, നേരെ അക്കൗണ്ട് പേജിലോട്ട് വരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു നാവിഗേറ്റ് റിയാക്ട് റൗട്ടർ ഡോമിന് തന്നെ ജാവാ സ്ക്രിപ്റ്റ് വഴി നമ്മൾ ഓരോ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂസ് നാവിഗേറ്റ്. അപ്പം നാവിഗേറ്റിനെ കോൾ ചെയ്ത് ആ നാവിഗേറ്റിൻ്റെ അകത്ത് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടോട്ട് പോകണം എന്നുള്ള റൂട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നു /അക്കൗണ്ട്. ഇപ്പോൾ ചില സമയത്തൊക്കെ വെബ്സൈറ്റ് വരുമ്പം ലൈക്ക് യൂസർ ലോഗിൻ അല്ലെന്നുണ്ടെങ്കിൽ അവർ ലോഗിൻ പേജിലോട്ട് വിടണം. ലോഗിൻ കഴിയുമ്പോൾ വേറെ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ആഡ് ടു കാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ കാർട്ട് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഓർഡർ പേജിലോട്ട് വിടണം. അപ്പോൾ അങ്ങനത്തുള്ള റീഡയറക്ഷൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഇപ്പം ലോഗിങ്ങിനൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഡാറ്റ ഇതിൻ്റെ കൂടെ പാസ് ചെയ്യണം. നമ്മൾ ടോപ്പ് ID ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതുവഴി നമ്മൾ പാസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതല്ലാതെ വേറൊരു മെത്തേഡ് വഴിയും ഡാറ്റ പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ മെത്തേഡ് നമ്മളിവിടെ കോമ ഇടുന്നു, ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്, ഈ വേരിയബിളിൽ നിന്നൊരു മാറ്റവും പേര് മാറരുത്, സ്റ്റേറ്റ് എന്ന് തന്നെ വിളിക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് പാസ് ചെയ്യാനുള്ള ഡാറ്റ എന്താണെന്ന് പറയണം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക, ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. ഞാൻ പാസ് ചെയ്യുന്ന ഡാറ്റ എൻ്റെ പേരാണ്, നൈമാണ്. എൻ്റെ പേര് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോമയിട്ട് നിങ്ങൾക്ക് എത്ര ഡാറ്റ വേണം ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകാവുന്നതാണ്. ഓരോ കീ ടു ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഡാറ്റ എടുക്കണം. ഈ അക്കൗണ്ടിലോട്ട് യൂസർ പാസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് എടുക്കണം. അപ്പം അതിനായിട്ട് ഇമ്പോർട്ട്
യൂസ് ലൊക്കേഷൻ. ഈ ഒരു മെത്തേഡ് വഴിയാണ് നാവിഗേറ്റ് വഴി പാസ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഡാറ്റ ഈക്വൽ ടു യൂസ് ലൊക്കേഷൻ. അപ്പോൾ യൂസ് ലൊക്കേഷൻ്റെ അകത്തുള്ള ഡാറ്റയാണ് നമുക്ക് എടുക്കാനുള്ളത്. യൂസ് ലൊക്കേഷൻ വഴി പാസ് ചെയ്യുന്ന. എന്നിട്ട് ലോഗിൻ്റെ അകത്ത് ഞാൻ ഡാറ്റ എന്ന് വിളിച്ചു. ഞാൻ ലോഗിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുനിന്ന് നൈം എന്താണ് അമീൻ മുഹമ്മദ് AK എന്ന് പറഞ്ഞുള്ള ആ ഒരു ഡാറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് നൈം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അമീൻ മുഹമ്മദ്, അതായത് മെയിൻ ഒബ്ജക്റ്റ്, അതിൻ്റെ അകത്ത് സ്റ്റേറ്റിൻ്റെ അകത്തുനിന്ന് നൈം. ഓക്കെ, നൈമിൻ്റെ കൂടെ വേറെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്കോഡ് സെർവറിൻ്റെ അത് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലൈക്ക് നമ്മൾ എന്താണ് ഫ്യൂച്ചർ ബിസിൻ്റെ എബൌട്ട് പേജിലുണ്ട് ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക്, അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ആദ്യം മെയിൻ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റാണ് നമ്മൾ ഡാറ്റ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് സ്റ്റേറ്റ് ഒബ്ജക്റ്റിൻ്റെ അകത്തോട്ട് കയറി സ്റ്റേറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വേണ്ട വാല്യൂ ആയ നൈമിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. വെൽക്കം അമീൻ മുഹമ്മദ് AK. ഓക്കെ, വെൽക്കം അമീൻ എന്നുള്ള എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ലോഗിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്നു, വെൽക്കം അമീൻ. ഞാൻ ആ പാസ് ചെയ്യുന്ന ഡാറ്റ എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു റൗട്ടർ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിലൊരു റൗട്ടർ എങ്ങനെ റെഡിയാക്കും, അതുപോലെ തന്നെ നമുക്ക് 2 രീതി ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതി നമ്മൾ നോക്കി അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പഠിച്ച്, രണ്ടാമത്തെ രീതി എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യാം, HTML വഴി ഒരു പേജിലോട്ട് എങ്ങനെ റീഡയറക്റ്റ് ചെയ്യാം, ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ടോപ്പിക് കൂടെ അല്ലാതെ നമുക്ക് നോർമൽ ഹൈഡായിട്ട് ഡാറ്റ പാസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ റൗട്ടറിൻ്റെ അകത്തുള്ള മെയിൻ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കോഡ് സെർവറിൻ്റെ അകത്ത് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.